നിങ്ങൾ ലെൻസിൻ്റെ മുന്നിലേക്ക് വരുന്നും വേണ്ട, ഇത് ഏത് സൈഡിലായാലും കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പണ്ട് നമ്മൾ ക്യാമറ ആയിട്ട് വരുമ്പോൾ ഫ്രെയിമിലുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് എല്ലാവരും ഫ്രെയിമിലാണ്, ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാവരും ഇതിൻ്റെ ഫ്രെയിമിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹലോ ഗൈസ്, യാ മർഹബ. ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടംമാതിരി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് Insta360 X3 ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. അപ്പോൾ ഇത് നിങ്ങൾ പലതും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതായത് കയ്യിൽ സെൽഫി സ്റ്റിക്കൊന്നും ഇല്ലാത്ത വീഡിയോസ്, അങ്ങനെ പല പല നാടകങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സംഭവം എന്താണ്, ഇത് Insta360യുടെ ലേറ്റസ്റ്റ് എഡിഷൻ X3യുടെ ഒരു സ്നോ ബണ്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ സ്നോ ബണ്ടിൽ, മോട്ടോർ സൈക്കിൾ ബണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3-4 എഡിഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു സ്നോ ബണ്ടിലാണ്. അങ്ങനത് നമ്മളെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വീട്ടിലെത്താനുള്ള ക്ഷമൊന്നുമില്ല. നമ്മൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ അത് ഓപ്പൺ ആക്കാൻ കേട്ടോ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ബബിൾ റാപ്പ് ഉണ്ട്, നല്ല സേഫ്റ്റി ആയിട്ട്. ആ മോനെ ഇതിൽ ഡിഫറെൻറ്റ് കിറ്റാണ്, എല്ലാവിധ പെട്ടികളും ഇതിലുണ്ട്, ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മളെ കിറ്റിൽ ഫസ്റ്റായിട്ട് വന്നുള്ള വിസ്മില്ല. ഇതാണ് മോനെ മുതൽ Insta360 X3 പോക്കറ്റ് 360 ആക്ഷൻ ക്യാം. വേറെ ലെവലാണ് മക്കളെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം ബോക്സിൽ. അപ്പോൾ ഇതാണ് മെയിൻ ഐറ്റം. ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്നോ ബണ്ടിലിൻ്റെ കിറ്റ് കിട്ടിയിട്ടുണ്ട് Insta360. അതെ, നമുക്ക് തുറന്ന് നോക്കണം അത്. പിന്നെ മെയിനായിട്ട് ഇതാ ലെൻസ് ഗാർഡ്, ലെൻസിന് 2 സൈഡിലുള്ള ലെൻസുകൾക്ക് വെക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ ഗാർഡുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലെൻസിൻ്റെ ക്യാപ്പ് ഉണ്ട്. ഇത് മൊത്തത്തിൽ ഇത് ലെൻസ് കവർ ചെയ്ത് വെക്കാനുള്ള. പിന്നെ ഒരു 64 GB ഹൈ സ്പീഡ് മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇതാണ് ഇൻസ്റ്റയുടെ സെൽഫി സ്റ്റിക്ക്, ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. യെസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. റഫീഖ് ഭായ് ഉണ്ട്. ഞാൻ എല്ലാ കാര്യം റഫീഖ് ഭായിനെ ഏൽപ്പിക്കാം. നിങ്ങളൊന്ന് തുറന്നു നോക്കിയത് എന്തൊക്കെ സംഭവമാണ്. സ്നോ ബണ്ടിലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കുക നമ്മൾ മെയിനായിട്ട്. ഇതൊരു വെറൈറ്റി കിറ്റാണ്. നമ്മൾ ഗോപ്രോൻ്റെ കൂടെ ഒന്നും വരാത്തൊരു ഐറ്റം സംഭവമാണ്. ഒരുവിധ ആക്സസറീസ് നമുക്ക് ഒരുവിധ സ്ഥലത്ത്, അതായത് ക്ലാമ്പുകൾ, അതിൻ്റെ എല്ലാ സ്ഥലത്തും വെക്കാനുള്ള ക്ലാമ്പുകൾ. പിന്നെ നമുക്ക് സൈക്കിൾമേൽ, കാർമേലൊക്കെ, ഹാൻഡിൽമേലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റം ഗ്രിപ്പുകൾ. ഓക്കെ. പിന്നെ ഹെൽമെറ്റുമേലൊക്കെ ഘടിപ്പിക്കാൻ പറ്റിയ 3Mൻ്റെ സ്റ്റിക്കറുകൾ. പിന്നെ സ്കേറ്റ് ബോർഡുമ്മൽ ഇതിലൊക്കെ സർഫിങ്ങിൻ്റെ ടൈമിലൊക്കെ വെക്കാൻ പറ്റിയ അതിന് വെക്കാനുള്ളൊരു ക്ലാമ്പ് ഉണ്ട്. പിന്നെ നമ്മളെ ചെസ്റ്റ് മൗണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഒന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കയ്യിൽ വേറെ ഒന്നുണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സ്നോ ബണ്ടിലിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണുള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് ബണ്ടിൽ വന്നത്. അതൊന്ന് തുറന്നു നോക്കാം. യെസ്, അവിടെ തന്നെ നമ്മളൊരു സാധാ സിമ്പിൾ സെൽഫി സ്റ്റിക്കാണ്. മേലെ ഒരു സ്ക്രൂ ടൈപ്പ് നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യുന്ന മൗണ്ടാണ് ഉണ്ടാവുക. ചെറുതാണ്, അധികം വലിപ്പമില്ല. അതെ, ഇതെൻ്റെ നോർമൽ സെൽഫി സ്റ്റിക്കാണ്. പക്ഷേ മറ്റേത് വളരെ ലെങ്ത് കൂടിയ ഒരു സാധനമുണ്ട്, അത് നമുക്ക് വാങ്ങണം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സെൽഫി സ്റ്റിക്കാണ് നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്നത്. 1 മീറ്ററാണ് ഇത് പൊന്തുക. അതെ, 1.5 മീറ്റർ ഉണ്ടാവും അല്ലേ? 1 മീറ്ററിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മളെ മെയിൻ സാധനം പുലി ജഗജാല കില്ലാടി Insta360 അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. 360 ക്യാപ്ചർ, 5.7K സിംഗിൾ ലെൻസ് മോഡുണ്ട്, പിന്നെ ഫോട്ടോ മോഡുണ്ട്, ഇതിലെല്ലാതും ഉണ്ട്. ഓക്കെ. ഫ്ലോ സ്റ്റേറ്റ് സ്റ്റെബിലൈസേഷൻ, വാട്ടർ പ്രൂഫ്, ഹൊറിസോൺ ലോക്ക്, 360 ഹൊറിസോൺ ലോക്ക്. അത് നമ്മൾ ഇപ്പോൾ ഗോപ്രോ 11 ഉള്ള ഫീച്ചർ ഉണ്ടല്ലോ, അതായത് തല കുത്തി നിന്നാലും വീഡിയോ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന പരിപാടി. അപ്പോൾ ബിസ്മില്ല, ഇതാ നമ്മൾ തുറക്കുകയാണ്. യാ മോനെ, ഇതാണ് പുലി സാധനം. ഈ ഒരു കുരിപ്പുണ്ടല്ലോ, ഈ ചെറിയൊരു സാധനം, ഇതിൻ്റെ പവർ എന്താ നിങ്ങൾ കരുതിയുള്ളത്? ഇതിൻ്റെ കൂടെ ഒരു ബോക്സിൽ ഇതിൻ്റെ ചാർജർ കേബിളും, പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ, യൂസർ മാനുവൽ, ഇതെല്ലാം ഉള്ളത്. ഓക്കെ. ഒരു കേബിളുണ്ട്. ഓക്കെ. സി ടൈപ്പ് പൗച്ച്. പിന്നെ ഇതിൻ്റെ ഒരു ബാഗ്, നല്ല സിലിക്കോൺ പൗച്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്. സ്ക്രീന് വൈപ്പ് ചെയ്യാനുള്ള വൈപ്പർ ഉണ്ട്. പിന്നെ അതിൻ്റെ യൂസർ മാനുവൽസ് ആണ്, സ്റ്റിക്കറുകൾ, ഇതൊക്കെയാണ്.
അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാറ്ററി എവിടെയാണെന്നുള്ളത്, ഇതിൻ്റെ മെമ്മറി കാർഡ് എവിടെയാണെന്നുള്ളത്. ഇതാണ് ബാറ്ററി ഓപ്പൺ ആക്കുന്നത്, ആ സൈഡിലാണ്. ഇതാണ് പവർ ബട്ടൺ വരുന്നത്. ഈ ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജർ സി ടൈപ്പ് കേബിൾ ഓപ്പൺ ആക്കൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വന്ന മെമ്മറി കാർഡ് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റ് സാമ്പിൾ വീഡിയോസ് എടുക്കാൻ. ഓക്കെ, ആ മെമ്മറി കാർഡ് പൊട്ടിക്കുന്നുണ്ട് റഫീഖ് ഭായി. ചെറിയ സാധനത്തിന് വലിയതല്ലേ, കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബാറ്ററി കവർ റിമൂവ് ചെയ്യാണ്. ഇത് ഫസ്റ്റ് ടൈം ഇത് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കുന്നു, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ബാറ്ററി റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിങ്ങനെ രണ്ട് സൈഡും പ്രസ് ചെയ്തിട്ടാണ് ഇത് വരല്. വളരെ വലിയ ബാറ്ററിയാണ്, അത്രയും പവർ നിൽക്കും, ലോങ് ടൈം നമുക്ക് ഷൂട്ടിങ് നടക്കും. ഓക്കെ, ഗോപ്രോൻ്റെ ഇല്ലാതെ ഡബിൾ സൈസ് പവറുള്ള ബാറ്ററി ഉണ്ട്. നമ്മൾ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു 64 GB ഇതിൻ്റെ ബണ്ടിൽ വന്നതാട്ടോ. ഇതാ ഇവിടെയാണ് ഇതിൻ്റെ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഗോപ്രോമാർ തന്നെ സൈഡിൽ ഒരു ചെറിയ സ്ലോട്ടാണ്. ഓക്കെ, മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് ബാറ്ററി ഇട്ടു ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് തിരിച്ച് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്താൽ മതി. ബാറ്ററി ലോക്കായാൽ ഇവിടെ ഈ ഓറഞ്ച് കളർ കാണൂല. ലോക്കല്ലാത്ത ടൈമിൽ അവിടെ ഒരു ഓറഞ്ച് കാണുമ്പോൾ അത് ലോക്കല്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഇതും ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ വാട്ടർ ഉള്ളിലേക്ക് കയറും. നമ്മളെ സി ടൈപ്പ് കേബിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഓറഞ്ച് കാണുന്നുണ്ടെങ്കിൽ ഇത് ലോക്കല്ല എന്നുണ്ട്. അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് ലോക്ക് ചെയ്യണം. കണ്ടോ, ക്ലീൻ ആയിരിക്കും. പിന്നെ ഈ സൈഡിൽ മെയിനായിട്ട് വരുന്നത് പവർ ബട്ടൺ, മെനു, പിന്നെ ഇതാണ് ഇതിൻ്റെ മൈക്ക്, സ്പീക്കർ. ഇതിൻ്റെ ബിൽറ്റിൻ മൈക്കിൻ്റെ ഇതാണ് ഇതിലുള്ളത്. ഓക്കെ, മോനെ കുപ്പായം എന്നിട്ട് ബാ മോനെ ബാ. പോളി ലെൻസാണ്. അപ്പോൾ ബിസ്മില്ല, ഇതിൻ്റെ സ്വിച്ച് ഓൺ കറക്കുമ്പം നമ്മളെ റഫീഖ് ഭായി നിർവഹിക്കുന്നതാണ്. ഇത് ലോങ് പ്രസ് ചെയ്തത് ഫസ്റ്റ് ടൈം ഓണാണ്. എന്തൊക്കെ മെസ്സേജ് വരുന്നത് നോക്കാം. ലാംഗ്വേജ് ഇംഗ്ലീഷ് സെറ്റ് ചെയ്തു. പ്ലീസ് ഡൗൺലോഡ് ദ ആപ്പ്. ഓക്കെ, നമ്മൾ മൊബൈലിൽ ഇതിൻ്റെ ഡൗൺലോഡ് ആപ്പ് ചെയ്തിട്ട് അതിനായിട്ട് ലിങ്ക് ചെയ്യണം. ബാക്കിയൊക്കെ നമുക്ക് ആപ്പിലാണ്. ഇതിൽ മുമ്പത്തെ X2-ലേറെ വലിയൊരു സ്ക്രീനുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോണിൽ. അപ്പോൾ ആപ്പ് ലിങ്ക് ചെയ്യാണ്. സെർച്ച് ചെയ്ത് നോക്ക്. ഇതിലേക്ക് നോക്കുക. അപ്പോൾ കണക്റ്റിംഗ് ടു ആപ്പ്, അത് ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മളവിടെ കണക്റ്റായി. ഇപ്പോൾ സിങ്കായി. നമ്മൾ ഇതിൻ്റെ സീരിയൽ നമ്പറൊക്കെ അവിടെ വന്നു. ഇനി ബാക്കിയെല്ലാം നമുക്ക് മൊബൈലിൽ നിന്ന് അതിൽ എടുത്ത ഫൂട്ടേജ് നമുക്ക് ലൈവായിട്ട് അപ്പം തന്നെ മൊബൈലിൽ കിട്ടും ചെയ്യും. ഇതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള. നിങ്ങൾ ലെൻസിൻ്റെ മുന്നിലേക്ക് വരുന്നും വേണ്ട, ഇത് ഏത് സൈഡിലായാലും കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പണ്ട് നമ്മൾ ക്യാമറ ഇട്ട് വരുമ്പോൾ ഫ്രെയിമിലുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് എല്ലാവരും ഫ്രെയിമിലാണ്. ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാവരും ഇതിൻ്റെ ഫ്രെയിമിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് റൈഡ് പോയി നോക്കാം, എങ്ങനെയുണ്ട് ഒരു റൈഡിൻ്റെ വീഡിയോ എന്നുള്ളത്. ഓക്കെ, പൊളി പൊളി കുപ്പായിട്ട്. ഇതിലെ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് ഫ്രെയിമാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതല്ല ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ, നമുക്ക് റീൽസിന് വേണ്ടിയിട്ടാണോ യൂട്യൂബിന് വേണ്ടിയിട്ടാണോ, അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം കേട്ടോ.